ഹലോ, ഇന്ന് നമുക്കൊരു മോര് കാച്ചാം കേട്ടോ. കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോര് കാച്ചണത്. അപ്പോൾ ഞാൻ എന്താ കുമ്പളങ്ങ കഷ്ണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് കൂട്ടാം. അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊഴിക്കുകയാണ് ഇതിനകത്തേക്ക്. തേങ്ങ അരപ്പൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. പുളി നോക്കട്ടെ, എന്നിട്ടിടാൻ ബാക്കി ഒഴിക്കാം. ഉപ്പ് വേണം കുറച്ചുകൂടെ. ഞാൻ ഒട്ടിട്ടില്ലായിരുന്നു. മഞ്ഞപ്പൊടി അത് മതി, എന്നാലും ഇത്തിരി കൂടെ ഇട്ടേക്കാൻ വേണമെന്നുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ നല്ല കളർ വരും ഇതിന്. പുളി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് തിള വരട്ടെ. തിള വരെ നമുക്ക് ഇറക്കി വെച്ചിട്ട് പിന്നീട് കടുക് തളിക്കുക. വേറെ കറികൾ വെക്കാനുണ്ടായി, അപ്പോൾ ആ കൂടുതൽ കടുക് തളിക്കും. അപ്പം ഞാൻ ഇന്നൊരു ആട്ടിറച്ചി വെക്കാൻ പോവുകയാണ്, മട്ടൺ. അപ്പോൾ അതിനകത്തേക്ക് മട്ടൺ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പൊളിച്ചിടണുള്ളൂ. അത് നമുക്ക് അവസാനം കരയ്ക്ക് വെന്ത് പോകും. ചുമന്നുള്ളി, സവോള ഇട്ടിട്ടില്ല, സവോള ലാസ്റ്റ് ഇടാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഇതിനകത്ത് കിടക്കട്ടെ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടുക. മുളക് പൊടിയിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇതിനെ അരക്കാൻ നേരത്തെ ഞാൻ വേറൊരു തരത്തിലാണ് വെക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, കണ്ടോ? മട്ടൺ ഇതിനകത്തൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വേണം, ഇതിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലേ. വറ്റിച്ചാൽ മതിയല്ല നമുക്ക്. എങ്ങാനും അടിക്ക് പിടിച്ച് പോയാൽ പണിയായി. കേട്ടോ, ഞാൻ അടക്കത്തേക്ക് വെക്കാം. ഇതിന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മാറ്റാം. ഇത് ഞാൻ മാറ്റുകയാണേ. ഇത് മാറ്റി അടപ്പത്തോട്ട് വെക്കാം. ഇത് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം അടപ്പത്തേക്ക്. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഒരു 5-6 വിസിലെങ്കിലും കേൾക്കണം. അപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരട്ടെ. മൂടി വെക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരട്ടെ കേട്ടോ. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 കടുക്, 2-3 ഉലുവ,
ചുവന്നുള്ളി, അതൊന്ന് മുരിയട്ടേട്ട മുരിഞ്ഞ് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. ഒന്ന് ചുമന്ന് വരട്ടെ. ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഉണക്കമുളക്, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ചട്ടി വെക്കാം, കൂർക്ക മെഴുക്ക് വരട്ടാനായിട്ട്. ഞാൻ ഈ കറിയൊരു പാത്രം വേറൊരു പാത്രത്തിനകത്തേക്ക് പാർത്തിട്ടെ. പിന്നെ അത് വേറൊരു പാത്രത്തിനകത്തേക്ക് പകർന്നു. കൂർക്ക മെഴുക്ക് വെട്ടാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സൺഫ്ലവർ ഓയിലുണ്ടോ, വെളിച്ചെണ്ണയല്ലേ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. അപ്പോഴേക്കും ഞാൻ ഈ ചോറും കറി കൊടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. ചോറ് വെന്തിട്ടില്ല. കടുകിട്ടണ്ടേ. ഇനി ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത്. മെഴുക്കുവരട്ടിക്കാണ് ചതക്ക് വേണ്ടത് കേട്ടോ. ശരിക്കും ഉള്ളിയും മുളകും കൂടെ വെച്ചിട്ട് ഞാൻ അരിഞ്ഞിടുകയാണ്. അതൊന്ന് മൊരിയട്ടെ. ഉള്ളി മരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ചതച്ച മുളകാണ് കേട്ടോ ഇത്. അരപ്പ് പൊരിയുന്നുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കും. ഇനി വെള്ളം വേണമെങ്കിൽ ഊറ്റിക്കളയായിരുന്നു. പക്ഷേ അതിൻ്റെ സത്ത് മുഴുവൻ വെള്ളത്തിനകത്തല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഊറ്റിക്കളയാത്തത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഊറ്റിക്കളയാം. ഞാനങ്ങനെ പച്ചക്കറികളൊക്കെ വേവിക്കുന്ന വെള്ളം ഞാൻ കളയൂല. അതിനകത്തിട്ട് തന്നെ കുറച്ച് ഗ്യാസ് പോവും. അതിനകത്തിട്ട് തന്നെ വേവിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ അതിലെ വെള്ളം വറ്റട്ടെ. മെഴുക്കുവരട്ടിയുടെ വെള്ളം കംപ്ലീറ്റ് വറ്റി കേട്ടോ. വേണ്ട, അപ്പം നമുക്കിനി ഇത് ഇറക്കാം. ഇനി അടുത്ത് നമുക്ക് മട്ടൻ കറി വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്താണ് ഈ ചീനച്ചട്ടി വെച്ചിരിക്കണമെന്ന് അറിയാമോ? എൻ്റെ അടുത്ത് 2 ഉള്ളത്. ഒരെണ്ണം ഇരുമ്പ് ചട്ടിയും
രണ്ട് കാസ്റ്റ് അയണിൻ്റെ ചട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ചിലപ്പോൾ അതിനകത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ തക്കാളി ഇട്ട് കഴിയുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ കളർ ഇളകും. അപ്പോൾ ആ കറുത്ത കളറ് കറിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചീനച്ചട്ടി എടുത്തത്. അല്ലെങ്കിൽ അതിനകത്ത് ഇത്രയും വലിയ ചീനച്ചട്ടിയല്ലായിരുന്നു, അതായിരുന്നു സൗകര്യം. എന്തായാലും ഇതിൻ്റെ പണി തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ മതി, വെച്ചാൽ നിറയെ നെയ്യാണ് ഈ ഇറച്ചിക്കകത്ത്. അപ്പം ഞങ്ങൾ ഇറച്ചിക്കകത്ത് കടുക് കളിക്കൂല കേട്ടോ. അപ്പം എണ്ണയും ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില എടുക്കട്ടെ. കറിവേപ്പില മരത്തിലൊന്നും അല്ല കേട്ടോ പറിക്കാൻ പോയത്. നമുക്കിവിടെ സ്ഥലമൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഇല്ലേ ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആട്ടിറച്ചി വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. കാണിച്ചു തരാവേ. ഇതിനകത്ത് തേങ്ങ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഇപ്പം എല്ലാം അതില്ലേ, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനകത്തേക്ക് അരപ്പ് വാട്ടിയാണ് വെക്കുന്നത്. അതാണ് നമ്മൾ കഴുകിയെടുക്കട്ടെ. കഴുകി കേട്ടോ. അരപ്പ് നന്നായിട്ട് മൂക്കട്ടെ ഇതിനകത്ത് കിടന്ന്. ഇതിൽ ഈ ഒരു പച്ചച്ചോവ ഇല്ല, പച്ചച്ചോവ ഒന്ന് മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ മിക്സി കഴുകിയ വെള്ളയില്ലേ അതാ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ കൂടെ നമുക്കൊരു തക്കാളി, ഇത് കണ്ട ഒരു ചെറിയ തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് മതി, തക്കാളി കൂടുതലായ പുളി വരും കറിക്ക്. അപ്പോൾ അത് അവിടെ ഒന്നുകൂടി അത് ശരിയാവട്ടെ. അരപ്പ് നന്നായിട്ട് വാടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ മട്ടനകത്തേക്ക് ഒഴിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇറക്കാൻ സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതോടെ ഇതിൻ്റെ പണി കഴിഞ്ഞ്. അതിൻ്റെ ഉപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് പറയാം.
അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതാണ്ടേ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതാണ് ലാസ്റ്റ് ഇടാമെന്ന് വെച്ചത്. നമ്മളിതൊരു എന്താ പറയണത്, ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇത് എടുക്കുന്നത്, ചാറില്ലാണ്ട്. എന്നാലും ചാറിങ്ങനെ കുഴഞ്ഞിരിക്കാൻ താനും കേട്ടോ. അപ്പോൾ ഇതാ ഇറക്കാൻ പോകണേ, അന്നേരം ലാസ്റ്റ് ഫൈനൽ ടച്ചിങ് ആണത്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ, ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് ഇരുന്നൊന്ന് കുറുകും, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിരിക്കണമല്ലേ, അപ്പം അത് മതി, ഓഫ് ചെയ്യാണ് ഞാൻ. കണ്ടോ, തീ ഓഫ് ചെയ്ത് ഇനി അതൊരു പാത്രത്തിനകത്തേക്ക് പകർത്തണം. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നിർബന്ധങ്ങളുണ്ട്. ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചേക്കൂല, ഞാൻ അപ്പം തന്നെ വേറെ പാത്രത്തിനകത്തേക്ക് പകർത്തി. അപ്പോഴത്തേക്ക് എന്തിനേയും 100 പാത്രം കഴുകണമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ആയിപ്പോയി ഞാൻ. ഇനി ഇത് വേറെ പാത്രത്തിനകത്തേക്ക് പകർത്തിയിട്ട് ഈ പാത്രം കഴുകി വെക്കും. ഇനി ഇവിടെയൊക്കെ തുടച്ച്, ഇവിടെയൊക്കെ വെച്ചാൽ അടുക്കളയൊക്കെ തുടച്ചതാണ്, എന്നാൽ ഈ അടുപ്പും പാതകയില്ലേ, ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം. അതോടുകൂടി എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ്. ഞാനിപ്പോൾ ഈ സ്റ്റാൻഡും പൊക്കി പിടിച്ചിട്ട് നടക്കേണ്ടി വരും കാണിക്കണം എന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ പാട്. എന്താ അരി വെന്തിട്ടില്ല കേട്ടോ, ചോറടപ്പത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെയൊക്കെ തുടക്കണം കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഇതിൻ്റെ അടിയൊക്കെ തുടക്കണം. ഞാൻ കാലത്ത് ഇതെല്ലാം അടിച്ച് പൊക്കി തൂത്തതാണ് നടപ്പല്ല, എന്നാലും നമ്മളത് തൂത്ത് കൊടുക്കണ്ടേ. ഇതൊന്നും അഴുക്കൊന്നും അല്ല കേട്ടോ, ഇത് ഈ ഗ്രാനൈറ്റിൻ്റെ ഒരു എന്താ പറയണത്, ഒരു തരം തിളങ്ങണ സാധനമാണ് ഇതുമ്മേലിട്ടിരിക്കുന്നത്. അതാണ് നിങ്ങളോർക്കും പൊടി അഴുക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും, അപ്പം അതൊന്നും അല്ല. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.